कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् ഓ ദൈവമേ, രാവിലെ തന്നെ കിണറിന്റെ വീഡിയോ ആണല്ലോ. അയ്യോ, എന്റെ മൂക്കിന്റെ ആയിരുന്നോ? എന്റെ ഒരു കാര്യം നോക്കട്ടെ. ഇല്ല, ഇപ്രാവശ്യം എന്റെ റീലിനും ചലച്ചിനും ഒന്നും റേറ്റിംഗ് ഇല്ല. എന്തോ ചെയ്യാനാന്ന് പറ. ഞാൻ മാത്രം ചെയ്യുന്നതിനൊക്കെ എന്താണ് ഈ റേറ്റിംഗും ഷെയറും ഒക്കെ ഇല്ലാത്തത്? എന്താ എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. കഴിഞ്ഞ ദിവസമാണ് ഒരു മഞ്ഞൾ പൊടിയുടെ ചലഞ്ച് ഞാൻ ചെയ്തു. 3 കിലോ മഞ്ഞപ്പൊടി തീർന്നിട്ട് ഇപ്പൊ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോരുകറിയാ വെച്ചു. എന്നിട്ട് ഞാൻ ആരോടാണ്ട് പരാതി പറഞ്ഞു? ഇല്ലല്ല. എന്നിട്ട് എനിക്കിന്ന് ചുളുവിന് 1-2 ലൈക്കോ ഷെയറോ ഒക്കെ നിങ്ങൾ തന്നാൽ എന്താ? ഈ 2K കിഡ്സിന്റെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് പാടാണല്ലേ. യോ, ഒരു വയറ് നടന്നു വരുന്നുണ്ടല്ലേ. ആഹാ, പുറയിൽ ആളും ഉണ്ടോ? സിക്സ് പാക്ക് ഉള്ള ഒരുത്തനെ കെട്ടണമെന്ന് വിചാരിച്ചെന്നാ നടന്ന ഞാനാ. 6 പാക്ക് ഇല്ലെങ്കിൽ എന്തരീ, എനിക്ക് 2 പാക്ക് ഉണ്ടല്ലോ. വയറിലല്ലോ, പുറയിലല്ലേ. എടി, നീ പറയുന്ന എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് വയറ് കുറയുന്നില്ല. ഇന്ന് തന്നെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്നറിയാമോ? എന്താ ഇത്? 1 പുഷപ്പ് അടിച്ച്, 2 ജമ്പ് അടിച്ച്, 3 ടെമ്പൽ അടിച്ച്. ഈ സ്പോട്ടിൽ നിന്ന് ഞാൻ എന്തോന്ന് അടിച്ചായിരുന്നല്ലേ? 3 നുണയടിച്ച്. അതല്ല, പന്തളം വരെ ഓടി. ഇത് കേട്ടാ പന്തളമല്ല, അങ്ങ് അടൂര് ഓടും. ഞാനൊരു കാര്യം പെട്ടെന്ന്, ഞാൻ പറഞ്ഞു തന്ന ആ എക്സർസൈസ് എന്താ മനുഷ്യ നിങ്ങൾ ചെയ്യാത്തത്? ആര് പറഞ്ഞു ചെയ്തില്ലെന്ന്? നീ ഈ വെളിയിലോട്ടിറങ്ങിയ നാട്ടുകാരടുത്ത് ചോദിച്ചു നോക്കടി, ഞാൻ ചെയ്യുന്നോ ഇല്ലയോ എന്ന്. നാട്ടുകാരെ മൊത്തം കണ്ടോണ്ടിരിക്കുക. പിന്നെ നിനക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇപ്പൊ തന്നെ ഒരു 30 കിലോമീറ്റർ ഓടിയിട്ട് വരാം. ചേട്ടാ, ഇങ്ങേരെ വെച്ച് തന്നെ എനിക്കൊരു ചലഞ്ച് ചെയ്യാവല്ലോ. ഇങ്ങേറെ ഈ കള്ളത്തരം നാട്ടുകാരൊന്ന് കാണട്ടെ. ലൈവായിട്ട് അങ്ങ് പോയേക്കാം. ഒരു ക്യാമറ ചലഞ്ച് തന്നെ നടത്തിയേക്കാം. ഹലോ ഗൈസ്, ഇതാ ഞാൻ പുതിയൊരു ഹിഡൻ ക്യാമറ ചലഞ്ചുമായി എത്തുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട സുർണി. അതെ, ലൈവാട്ടോ. അപ്പൊ സ്റ്റാർട്ട്. ഭഗവാനെ, അങ്ങനെ 30 കിലോമീറ്റർ ഞാൻ ഓടി. നിങ്ങളുടെ പേരെന്തുവാ? കെ രാജൻ. അല്ലാതെ കെ റെയിൽ എന്നല്ലല്ലോ. ഇത്ര സ്പീഡ് ഓടിയിട്ട് വരാന്. നീ പോയ പോലും ഞാൻ എന്റെ വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ് ഒന്ന് ചെയ്യട്ടെ. നിങ്ങളുടെ വയറ് കുറയണമെങ്കിൽ നിങ്ങളുടെ മദ്യപാനം ആദ്യം നിർത്തണം. ആരുടെ? നിങ്ങളുടെ. ആരടുത്താണ് നീ പറഞ്ഞത്? എന്തുവാ? അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊന്നുമല്ല. എന്തുവാ? നിന്റെ അച്ഛനാണ് ഇവിടുത്തെ മെയിൻ കുടിക്കാരൻ. അത് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. നിന്റെ അച്ഛൻ കള്ളും കുടിച്ചിട്ട് റോഡിൽ കിടക്കുന്നവരെ എല്ലാവർക്കും അറിയാം. അതൊക്കെ എന്തിനാ ഇവിടെ ഇപ്പൊ പറയുന്നത്? ഇവിടെ ഇപ്പൊ പറയൂടി. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴെന്ത് വലിയ നോക്കണ്ടേ? ഇരിയടി അവിടെ. അനങ്ങി പോവരുത്. നിന്റെ അച്ഛന്റെ കാര്യം നീ അറിയണം. അതുവരെ നീ അനങ്ങരുത്. എടി, നിന്റെ അച്ഛന്റെ പരിപാടി എന്തൊക്കെയാണെന്നറിയോ? നമ്മളെ ആ പശുവിനെ വളർത്തുന്ന ഫാം നടത്തുന്ന രഘു ഉണ്ടല്ലോ, ആ രഘുവിന്റെ വീട്ടിലെ കാർ ഒന്ന് ശരിയാക്കാൻ വേണ്ടി നിന്റെ അച്ഛനെ വിളിച്ച് ഇങ്ങേര് കള്ളും കുടിച്ച് പിറ്റായിട്ട് നേരെ അവിടെ ചെന്നിട്ട് കാറാന്നും പറഞ്ഞ് യവന്റെ പശുവിന്റെ അടി കയറി ഇങ്ങനെ മലന്ന് കിടന്നിട്ട് പശുവിന്റെ അകടി പിടിച്ച് വലിച്ചിട്ട് പറയുവാ ഓയില് ലീക്കാന്ന്. എന്റെ അച്ഛൻ മദ്യപാനം നിർത്തിയിട്ട് 3 മാസമായി. ഇരിയടി അവിടെ. അനങ്ങരുത്. 3 മാസം. എടി, ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോണ്ടല്ലോ, അപ്പുറത്ത് വീട്ടിന്റെ മതിലിന്റെ മേളി നിന്റെ അച്ഛന്റെ തല എത്തി നോക്കിയിട്ട് എന്റെ അടുത്ത് പറയാ, മരുമോനെ നിന്റെ ഓട്ടം നടക്കട്ടെ, എനിക്ക് കുറച്ച് പുല്ല് പറിക്കാനുണ്ടോ. കർഷകനല്ലേ, കള പറിക്കാൻ ഇറങ്ങിയതായിരിക്കും. ഇരിയടി അവിടെ. അനങ്ങരുത്. സത്യം പറഞ്ഞ ഞാനും അതാടി ഉദ്ദേശിച്ചത്. ഞാൻ ചെന്ന് എത്തി നോക്കിയപ്പോ ഞാൻ കണ്ട കാഴ്ച എന്തോന്നറിയാമോ? എന്തുവാ? നിന്റെ അച്ഛനൊരു പൂടപ്പട്ടി ഞാൻ ചവിട്ടി പിടിച്ചിട്ട് പുല്ലാന്നും പറഞ്ഞ് അതിന്റെ പൂട വലിച്ച് പറിക്കുന്നു. അപ്പൊ മനസ്സിലായല്ലോ, രാവിലെ പിടുത്തം 3 മാസമായി നിർത്തിയിട്ടെന്നില്ലേ. ഇതെല്ലാം സഹിക്കാം. ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ച എന്തോന്നറിയാമോ? എനിക്ക് കാഴ്ച കാണാനാ? നമ്മുടെ ബാലങ്കേ നായരുടെ അടുത്തുനിന്ന് ജയഭാരതി വരുന്നത് പോലെ ഈ പട്ടി ഗേറ്റിന്റെ അടുത്ത് താണ്ടെ ഇങ്ങനെ നിക്കുന്നു. എന്തോ പറയാനാന്ന് പറഞ്ഞു. എങ്ങോട്ട് പോവാ? അടുക്കളയിൽ എന്തോ കരിഞ്ഞു നാർന്ന പോലെ തോന്നിയാ? അടുക്കളയിൽ പോന്ന വഴിയല്ല ഇത്. പിന്നെ ഇത് എന്റെ കാലാ. എങ്ങനെ പുതിയൊരു സാധനം.
എന്റെ കുടുംബശ്രീയിലുള്ളവരും എന്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാം പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഈ വയർ മഹാവൃത്തികേടാ നിങ്ങൾക്ക്. ഇത് കേട്ടോണ്ട വന്ന ആള് പിന്നെ ഐശ്വര്യ റൈ ആണല്ലോ. എന്താ പറയുന്നത്? കഴിഞ്ഞ കുടുംബശ്രീയുടെ മത്സരത്തിലെ സൗന്ദര്യ മത്സരത്തിലെ എനിക്ക് 1 സമ്മാനം കിട്ടിയത്. മറ്റു 11 പേരെ ഞാൻ തോപ്പിച്ചു. അയ്യോ, എന്തോ ചിരിക്കുന്നേ? അല്ല, നിനക്കതിന് 1ാം സമ്മാനം കിട്ടിയപ്പോഴേ ഈ മറ്റ് 11 പേരുടെ കോല ഓർത്ത് ഞാൻ ചിരിച്ചു പോയതാ. ഇങ്ങനെയൊക്കെ കള്ളം പറ, എനിക്കറിയാം. ഞാൻ ചെയ്യല്ലോടി, ഞാൻ എക്സസൈസ് ചെയ്യല്ലേ. ഈ വാദവും പൊളിഞ്ഞ് ഇനി എന്തോ ചെയ്യുമെങ്കിൽ. അതെ, കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യൂണിവേഴ്സിറ്റിയിലെ ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നത്. എടിയേ, ഓ, രവി മോലാളിയുടെ അണ്ടിയാപ്പീസ് ഒന്നാണ് യൂണിവേഴ്സിറ്റി ആയത്. അല്ല, എനിക്ക് അറിയാൻ വയ്യാച്ചോണ്ട് ചോദിക്കുക, രവി മോലാളിയുടെ അണ്ടിയാപ്പീസ് എന്നാണ് യൂണിവേഴ്സിറ്റി ആയത്? നിങ്ങൾക്ക് കള്ളം ഇങ്ങനെ പറയല്ലേ. കള്ളെല്ലാം മറന്നു. ഞാൻ അങ്ങനെ വല്ലതും മറക്കൂ? എടി, ഞാൻ ഇങ്ങനൊക്കെ പറയുന്നെങ്കിലും നിനക്കറിയാല്ലേ, പണ്ട് നമ്മൾ പ്രേമിക്കുന്ന ആ സമയത്ത് ഒരു പ്ലാവലയിൽ ഈർക്കിൽ കൊണ്ട് ഞാൻ നിനക്കൊരു ലവ് ലെറ്റർ എഴുതി തന്നത് ഓർമ്മയുണ്ടോ? അപ്പോഴേ ഞാൻ മനസ്സിലാക്കണമായിരുന്നു. എന്റെ സ്നേഹത്തിന്റെ കാര്യമായിരിക്കും. അല്ല, ഒരു പേപ്പറും പേനയും പോലും മേടിക്കാൻ ഗതിയില്ലാത്തവനാണല്ലോ നിങ്ങളൊന്ന്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ്? നമ്മുടെ പ്രേമം തുടങ്ങുന്നത് ഒരു ജനുവരി മാസമാണെന്ന് തോന്നല്ലേ? പോടുന്നു. പക്ഷെ ഈ ജനുവരി മാസം തുടങ്ങിയിട്ടും വീണ്ടും 10 മാസം കാത്തിരിക്കേണ്ടി വന്നു നമ്മുടെ കല്യാണം നടത്താൻ. മൈ ഫാദർ ഈസ് വെരി വെരി സ്ട്രിക്റ്റ്. എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അതുകൊണ്ടായിരിക്കും. ആണോ? ഈ ജനുവരി മാസം കഴിയുമ്പം ഈ 10 മാസം ആകുമ്പോഴത്തേക്ക് അത് ഏത് മാസമായിരുന്നു? ഒക്ടോബർ. ആണോ? ഒക്ടോബർ 1ഉം 2ഉം 2 ദിവസം അടുപ്പിച്ച് ബിവറേജ് അവധി ആയതുകൊണ്ട് മാത്രം അന്നത്തെ ദിവസം ഒരു 10 മിനിറ്റ് അങ്ങേർക്ക് ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്ന് പറഞ്ഞു, പുള്ളി സമ്മതിച്ചു, വീണ്ടും ബോധം. അതല്ലേടി നിന്റെ അച്ഛൻ? അതെ, ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? എന്തുവായി പറയുന്നത്? ഞാൻ അടുക്കളയിലോട്ടൊന്ന് പോയിട്ട് ഇതെന്തോ ചെയ്യുമെന്ന് പറ. അതെ, ഞങ്ങളുടെ വീട്ടുകാരെ എല്ലാം കുറ്റം പറഞ്ഞല്ലോ. എങ്കിലും കല്യാണത്തിന് വന്നവരെല്ലാം VIP-കളായിരുന്നു. അതാരൊക്കെയാടി? SI വന്നു, SP വന്നു, DYSP വന്നു, IG വന്നു, DIG വന്നു, എല്ലാരും വന്നായിരുന്നു. എടി, സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണ്ണവും മോട്ടിച്ചോണ്ട് വന്ന് കല്യാണം നടത്തിയാ പിന്നെ ഇവരൊക്കെ വരാതിരിക്കും. എന്റെ പൊന്നു മനുഷ്യ, അതൊന്നും അല്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം കൊണ്ടാ. ഈ കല്യാണം നടന്നപ്പം തന്നെ വിളിക്കാതെ തന്നെ എത്ര പേര് കല്യാണത്തിന് വന്നേന്ന് അറിയാവാ? അതെന്തുകൊണ്ടാന്നറിയടി? നിന്റെ അച്ഛനും അമ്മയും നാട്ടുകാരോട് ചെയ്തതിന് അവര് തിരിച്ച് പ്രതികാരം ചെയ്തതാ. വിളിക്കാതെ ഉയരുന്ന കല്യാണ സദ്യ കഴിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എടി, ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മൾ ഇങ്ങനെ നടന്ന് വഴക്കിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറയുന്ന സ്നേഹത്തോടെ ഒന്ന് കേൾക്കൂ. എന്തുവാ? ഞാൻ ഇങ്ങനെ കടന്ന് ചാടിയാലൊന്നും എന്റെ വയറ് കുറയത്തില്ല, അതുകൊണ്ട് ഞാനിത് അങ്ങ് നിർത്താൻ പോവുക. നിങ്ങൾ ഈ കണ്ടതെല്ലാം വാരി വലിച്ച് തിന്നുന്നതുകൊണ്ടാണ് നിങ്ങളെ വയറ് കുറയാത്തത്. വീണ്ടും തുടങ്ങി നമുക്ക്. ആരാടി കണ്ടത് വായിച്ചിരുന്നത്? ഇത് കണ്ണി കണ്ടത് വാരി തിന്നുന്ന നിന്റെ അച്ഛനാടി. എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ, എനിക്ക് സ്വഭാവം മാറി. എനിക്കറിയാമല്ലോ. അച്ഛന്റെ കാര്യം പറയുമ്പോ നീ എവിടെടി ഓടുന്നത്? എടി, നിന്റെ അച്ഛൻ ചെയ്ത പരിപാടി എന്താണെന്നറിയാവൂടി എനിക്ക്? എന്താ? കഴിഞ്ഞ വർഷം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വന്ന പെരുമ്പാമ്പിനെ കട്ട് ചെയ്ത് ബീഫ് ഫ്രൈ ആക്കി തിന്നവനല്ലേ നിന്റെ അച്ഛൻ? ഇതെല്ലാം ആരേലും വിശ്വസിക്കുമോ? ചുമ്മാതല്ല, എന്റെ കയ്യിൽ തെളിവുണ്ട്. അന്ന് നിന്റെ അച്ഛൻ എനിക്കത് ഫോട്ടോ എടുത്ത് അയച്ചു തന്ന ഫോട്ടോ എന്റെ കൈ കിടപ്പുണ്ട്. താണ്ട. അല്ല, നിന്നെ കാണിക്കത്തില്ല. എന്റെ കയ്യിലോട്ട് വന്നേ. നിന്നെ കാണിക്കൂല. എന്നെ കാണിക്കണ്ട, നാട്ടുകാര് മൊത്തം കണ്ടു. എന്റെ അല്ല, നിന്റെ. ഹലോ അമ്മേ. അയ്യോ, എന്തോ ചെടി? എന്റെ അച്ഛനെ ഫോറസ്റ്റുകാർ കൊണ്ടുപോകുന്നു. അടിപൊളി. അപ്പൊ ഞാൻ മനസ്സിൽ കണ്ടതും ഫോറസ്റ്റുകാരും മാനത്ത് കണ്ടതും ഒന്ന് തന്നെ. ഫോറസ്റ്റുകാർ മാനത്തിലല്ല കണ്ടത്, എന്റെ ഈ ലൈവ് പോകുന്ന ഫോണിനകത്തിലാ കണ്ടത്. ഇതെങ്ങനെ പോയി? നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഹിഡൻ ക്യാമറ ചലഞ്ച് നടത്തിയതാ. ഞാനത് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. ജീവിതകാലം മൊത്തം ഒളിച്ചിരിക്കല്ലേ? ആർക്കാ? നിന്റെ അച്ഛന്. അടിപൊളി അടിപൊളി. വേറൊരു കേസ് ശ്രദ്ധിച്ചായിരുന്നു? ആ ബാക്കിലിരിക്കുന്ന 3 ചേച്ചിമാര് ഭയങ്കര ചിരിയായിരുന്നു. എവിടെയുള്ള? എന്താണ് വീട്ടിലിങ്ങനെ ഫോൺ വല്ല ഒളിപ്പിച്ച് വെച്ചിട്ട്
ചേട്ടനെ പറ്റിക്കാൻ വേണ്ടി. ആ മഞ്ഞ സോഫയിലെ 3 പേരായിരുന്നു ഏറ്റവും കൂടുതൽ ചിരിച്ചോണ്ട്. അതെ അതെ, ഭയങ്കരമായിട്ട്. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണന്റെ പേരെനിക്കറിയാം. അമ്മയുടെ പേരെങ്ങനെയാ? സരിത. സരിത. അപ്പുറത്തിരിക്കുന്ന ഇത്തരം പേരോ? ഷഹന. ഷഹന. യെസ്. അപ്പൊ ഇവര് 3 പേരായിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് ഈ സ്കിറ്റ്. അപ്പൊ നൂചേട്ടൻ ചോദിച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടില്? ഇല്ല. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എടാ നിനക്കറിഞ്ഞൂടാ? അമ്മയുടെ അടുത്ത് ചോദിക്കും. ചോദിച്ചാൽ അച്ഛനെ പറ്റിക്കാൻ ക്യാമറ വെച്ചിട്ടുണ്ടോന്ന്? ക്യാമറ ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. പക്ഷേ എന്റെ ഹസ്ബൻഡ് ഇതുപോലെ രാവിലെ എന്നും ഓടാനായിട്ട് പോകും. അത് പറ. എന്നിട്ട് എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ ഓടിയിട്ട്? കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്നും രാവിലെ പോയിട്ട് നമ്മളെ ഉറക്കാൻ സമ്മതിക്കത്തില്ല. 4:45 ആവുമ്പോഴേ ഇറങ്ങുന്നത്. ഓടാൻ തന്നെ പോണ. അല്ല, നമുക്ക് രാധേ ചേച്ചിയുടെ കഥയൊന്നും ഇത്തവണ ഇല്ലേ? രാധേ ചേച്ചിയുടെ പുതിയ കഥകളൊന്നും ഇറങ്ങിയിട്ടില്ല. ഇവിടെ ചോദിക്കാം, രാധേ ചേച്ചിയുടെ പുതിയ കഥകൾ കേൾക്കട്ടെ. കഥ ഒരു ദിവസം ഒരു പണി തന്നായിരുന്നു. എന്നാ പണിയാ? പ്രാക്ടീസിന്റെ ഇടയ്ക്കാണോ? ആ അത് തന്നെ സംഭവം എന്നാ? കേക്കട്ടെ. ഒരു ദിവസം ഇവിടെ ഗ്രൂമിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, എനിക്ക് വീട് വരെ ഒന്ന് പോകണം, അർജന്റാണ്. നമ്മള് അവിടുത്തെ കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ്, പോയേ പറ്റൂ. എന്തോ കാര്യം? എങ്ങനെ പറയൂ? ഇവിടെ സാറിനോട് പറഞ്ഞാൽ സാറ് പ്രശ്നമാവും. ഞാൻ ചെന്നില്ലെങ്കിൽ മറ്റുള്ള പെണ്ണുങ്ങൾ എന്നെ കൊല്ലും. കാര്യം അവിടെ ബാങ്കിൽ ചെന്ന് ഒപ്പിട്ട് കൊടുത്താലേ ലോൺ കിട്ടും അല്ലേ? ശരിയായിരുന്നു. കണ്ടോ? ശരിയാ, കറക്റ്റാ ഞാൻ പറയുന്നത്. അങ്ങനെ ഞാനും കൂടെ പോയി സാറുമായിട്ട് സംസാരിച്ചു. സാറ് പറഞ്ഞ് കറക്റ്റ് ആയിരിക്കണം, നാളെ വന്ന് കളിച്ച് കാണിക്കണം. അപ്പൊ എല്ലാ വാക്ക് പറഞ്ഞിട്ട് പോയി. ഞാൻ ഒറ്റയ്ക്കായി പോയി. എല്ലാവരും റിഹേഴ്സല്, ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങി നടക്കുക. പിന്നെ ബോറടിച്ച് റൂമിൽ പോയിരുന്നു. റൂമിൽ പോയിരുന്നപ്പോ കുറച്ച് നേരം ഫേസ്ബുക്ക് നോക്കാന്ന് പറഞ്ഞ് എടുത്ത് നോക്കിയപ്പോഴേ സാറ് ആറന്മുള സദ്യ കഴിക്കുന്നു. ആറന്മുള വള്ളസദ്യ കഴിക്കുന്നു. അയ്യോ, കള്ളം പറയുന്ന മക്കളെ. അയ്യോ, ഞാൻ വിളിച്ച് ഒപ്പിട്ടോണ്ടിരിക്കുവന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാ ബാങ്കിൽ നിന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചെന്ന് അതിനുവേണ്ടി ഞാൻ പോയതാ. ഒത്തിരി കഷ്ടപ്പാടില്ല. ഇങ്ങോട്ട് വരുന്നു, ഇന്ന് രാവിലെ അങ്ങോട്ട് പോയോ? പോന്നു. അതെ, ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകും. കാര്യം കൈ എഴുതിട്ട് വേണ്ട ഇന്ന് രാവിലെ ഞാൻ ഇതുവരെ അല്ല കഴിച്ചിട്ടില്ല. ഇന്നലെ രാവിലെ പറഞ്ഞേ, പക്ഷെ ഇന്ന് പോയാ മതിയായിരുന്നു ഒപ്പിടാൻ. ഇന്ന് 22 കൂട്ടം കറി ഉണ്ടായിരുന്നു. ഇത് കേട്ടേന്റെ തന്നെയാണ് ഒപ്പിടുന്നതാണ് ചേച്ചി പറഞ്ഞത്. ഒപ്പിടുന്നതാണ് കേട്ടത്. ഇല്ല, നുണയാക്കളെ. ഇത് ചുമ്മാ പറയുക. കള്ളം പറയില്ല സുരേഷ് ചേട്ടാ. ശരി, നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? ആ ടെൻഷൻ അങ്ങ് വിടുന്നേ. ഇല്ല, വായോ നോക്കാം. ₹30,000. പൈസ വേണ്ടേ? വേണം. പൈസ വേണോ? സദ്യ വേണോ? പൈസ. എനിക്ക് ഒരു ആറന്മുള ചാർജ് വേണം. ഓക്കെ 3000. യെസ്, അടിപൊളി. ഇതിന്റെ വാശിക്ക് അടുത്ത കിട്ടുന്നത് അറിയാമോ? ആറന്മുള വള്ള സദ്യ ആയിരിക്കണം കേട്ടോ ചേച്ചി. ഇതിന്റെ ഭാഷ നമുക്ക് അങ്ങനെ തീർക്കാം. അതെ. ഓക്കെ.